എന്തുകൊണ്ടാണ് തികച്ചും അപ്രതീക്ഷിതമായി അജണ്ടയിലില്ലാത്ത അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പ്രമേയം ആദ്യ ദിനം തന്നെ സ്പീക്കറായി അധികാരമേറ്റ ഉടൻ തന്നെ ഓം ബിർള അവതരിപ്പിച്ചത്? അടിയന്തരാവസ്ഥയ്ക്ക് എതിരെയുള്ള പ്രമേയം പാസാക്കിയതിലൂടെ ഇന്ത്യ ചരിത്രത്തിലെ കറുത്ത ദിനം എന്ന് വിശേഷിക്കപ്പെടുന്ന അടിയന്തരാവസ്ഥയുടെ നാളുകൾ അവസാനിച്ചിട്ടില്ലെന്നും ആ ഭീഷണികൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുമുള്ള സൂചന തന്നെയാണ് മോദി സർക്കാർ നൽകുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് 49 വർഷം തികയുകയാണ്. അപ്പോൾ ഏതാണ്ട് അരനൂറ്റാണ്ടിന് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥയുടെ ഇരകളും അതിന് കാരണക്കാരായവരും തമ്മിലുള്ള ഒരു യുദ്ധം ഇപ്പോഴും നടക്കുന്നു എന്ന് വേണം കരുതാൻ. ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ടുള്ള അലഹബാദ് ഹൈക്കോടതിയുടെ വിധി മറികടക്കാനാണ് അക്കാലത്ത് 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. പൗരാവകാശങ്ങളും മാധ്യമ സ്വാതന്ത്ര്യവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട 2 വർഷം. ആ 2 വർഷം യഥാർത്ഥത്തിൽ ഇന്ത്യ ചരിത്രത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങളുടെ കാലം കൂടിയാണ്. കാരണം ജയപ്രകാശ് നാരായണൻ്റെയും EMSൻ്റെയും സുർജിത്തിൻ്റെയും അദ്വാനിയുടെയും വാജ്പേയിയുടെയും എല്ലാം നേതൃത്വത്തിൽ ഇടതുപക്ഷവും ജനസംഘവും ഉൾപ്പെടുന്ന പ്രതിപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതികരിച്ചത്. അന്ന് ഈ പറഞ്ഞ നേതാക്കളിൽ പലരും ഒന്നിച്ച് അവർ ജയിലുകളിലായിരുന്നു. തിഹാർ മുതൽ കണ്ണൂർ വരെയുള്ള ജയിലുകളിൽ രാജഗോപാലും EMSും എല്ലാം കണ്ണൂർ ജയിലിലായിരുന്നു. നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ജയിലിലായിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അദ്വാനി ആയാലും വാജ്പേയി ആയാലും മോദി ആയാലും പിണറായി വിജയനായാലും ഇന്ന് ഭരണരംഗത്തും പ്രതിപക്ഷത്തും ഉള്ള പല നേതാക്കളുടെയും ഉദയം അടിയന്തരാവസ്ഥയോടെയാണ്. കാരണം അടിയന്തരാവസ്ഥയുടെ ഇരകൾ എന്ന നിലയിലാണ് അവർ ജയിൽവാസം അനുഭവിച്ചതും ജയിലിൽ കിടന്ന് അവർ പുതിയ മനുഷ്യന്മാരായി കരുത്തോടെ പുറത്തു വന്നതും ഇന്ദിരാ സർക്കാരിനെതിരെ പോരാട്ടം നടത്തിയതും. അതിൻ്റെ ഫലമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പരാജയവും കോൺഗ്രസിൻ്റെ പരാജയവും ഭരണമാറ്റവും. അങ്ങനെ ഇന്ത്യയിൽ ഭരണമാറ്റത്തിന് പോലും വഴിവെച്ച അടിയന്തരാവസ്ഥ. അപ്പോൾ ആ അടിയന്തരാവസ്ഥയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ കരിനിയമങ്ങളെല്ലാം എടുത്ത് പ്രയോഗിച്ചു കോൺഗ്രസ് സർക്കാരുകൾ രാജ്യത്തുടനീളം. പക്ഷേ കഴിഞ്ഞ 10 കൊല്ലം നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ നിലവിലില്ല. മോദി അധികാരമേറ്റപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനം കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട LK അദ്വാനി പറഞ്ഞ ഒരു വാചകമുണ്ട്: അടിയന്തരാവസ്ഥയുടെ ഭീഷണികൾ അവസാനിച്ചിട്ടില്ല എന്നായിരുന്നു LK അദ്വാനി പറഞ്ഞത്. ഇന്നിപ്പോൾ 3-ാം ഊഴത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സന്ദർഭത്തിൽ MP-മാർ സത്യപ്രതിജ്ഞ ചെയ്ത് സ്പീക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യ ദിവസം തന്നെ അജണ്ടയിലില്ലാത്ത അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും ഉള്ള നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് മോദി സർക്കാർ. അപ്പോൾ നാം പരിശോധിക്കേണ്ടത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ ജയിൽവാസവും സമരവും നടത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന മോദി സർക്കാരും നമ്മുടെ കൊച്ചു കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരുമെല്ലാം പുലർത്തുന്നത് അന്ന് അവർ എടുത്ത നിലപാടുകളുടെ ആർജവത്തോടെയാണോ കാര്യങ്ങൾ കാണുന്നത്? പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും ജനാധിപത്യം സംരക്ഷിക്കുന്നതിലും ജാഗ്രത പുലർത്താൻ മോദി സർക്കാരിനും പിണറായി സർക്കാരിനും ഉൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ട്. UAPA ഉൾപ്പെടെയുള്ള കരിനിയമങ്ങൾ ഉപയോഗിച്ച് JNUവിലെ പ്രൊഫസർമാരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും ഇന്ന് കേരളത്തിൽ വിദ്യാർത്ഥികളായ താഹയെയും
മറ്റും അറസ്റ്റ് ചെയ്ത 2 ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത പിണറായി സർക്കാരിന് പോലും അവകാശപ്പെടാനാവില്ല തങ്ങൾ പൗരാവകാശങ്ങൾ സംരക്ഷിച്ചുവെന്ന്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 8 നക്സലൈറ്റുകളാണ് കേരളത്തിൽ ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടത്. ഈ 8 നക്സലൈറ്റുകളും പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണോ കൊല്ലപ്പെട്ടത് എന്ന കാര്യം ഇന്നും തർക്ക വിഷയമാണ്. അന്തരിച്ച CPI നേതാവ് കാനം രാജേന്ദ്രൻ അന്ന് തന്നെ ഈ ഏറ്റുമുട്ടലുകൾ വ്യാജമാണെന്ന് ആരോപിച്ചിരുന്നു. അപ്പോൾ ഏറ്റുമുട്ടൽ യാഥാർത്ഥ്യമായിരുന്നില്ലെങ്കിൽ കേരളത്തിൽ നക്സലൈറ്റുകൾ അത്തരത്തിൽ കൊല്ലപ്പെട്ടത് മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇലക്ഷൻ കമ്മീഷൻ അടക്കം, കോടതികളടക്കം നിഷ്പക്ഷമായിട്ടാണോ കാര്യങ്ങളെ സമീപിക്കുന്നത് എന്ന കാര്യം ഇന്നും തർക്ക വിഷയമാണ്. നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ ഇപ്പോഴും തിഹാർ ജയിലിലാണ്. ഉപമുഖ്യമന്ത്രി സിസോദിയും ജയിലിലാണ്. മദ്യനയത്തിൽ വെള്ളം ചേർക്കാൻ അഴിമതി നടത്തിയെന്നും അങ്ങനെ ലഭിച്ച പണം കൊണ്ടാണ് ഗോവയിലെ തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നും മറ്റുമാണ് ആരോപണം. ആ ആരോപണം നേരിടുന്ന കേജ്രിവാളിന് തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രീം കോടതി ജാമ്യം നൽകിയിരുന്നു, താൽക്കാലിക ജാമ്യം. വീണ്ടും അദ്ദേഹം തിഹാർ ജയിലിലേക്ക് പോകേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം വിചാരണ കോടതി കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചെങ്കിലും ഡൽഹി ഹൈക്കോടതി അത് നിഷേധിച്ചു. തൊട്ടു പിന്നാലെ ഇന്ന് CBI വീണ്ടും കേജ്രിവാളിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതോടെ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്ന ജാമ്യ ഹർജി കേജ്രിവാൾ പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കേസിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തു വരും എന്ന് വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലിൽ അടയ്ക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ വിദേശ നാണയ വിനിമയ ചട്ടം കൊണ്ടുവന്നത് UPA സർക്കാരിൻ്റെ കാലത്താണ്. ചിദംബരം ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്താണ് ആ ചട്ടം ഇത്രയും കർക്കശമാക്കിയതും ജാമ്യമില്ലാ വകുപ്പുകൾ എഴുതി ചേർത്തതും പ്രതികൾ തന്നെ തങ്ങൾ നിരപരാധികളാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൊണ്ടുവരണമെന്ന വിചിത്രമായ നിയമം കൊണ്ടുവന്നതുമല്ല. ഈ UAPA ഇത്രയും ശക്തമായത് മുംബൈ ആക്രമണ സമയത്താണ്. മുംബൈ ആക്രമണ സമയത്ത് നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കർക്കശമാക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വന്നപ്പോഴാണ് ഏകകണ്ഠമായി എല്ലാ കക്ഷികളും ചേർന്ന് UAPA അത്തരത്തിൽ ശക്തിപ്പെടുത്തിയത്. പക്ഷേ അത്തരം കരിനിയമങ്ങളുടെ ഉദ്ദേശം രാജ്യദ്രോഹികളായ ആളുകളെ, ശത്രു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന തീവ്രവാദികളെ, രാജ്യത്തിന് ഭീഷണമായി മാറുന്ന തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ വേണ്ടിയാണ് അത്തരം കരിനിയമങ്ങൾ നമ്മുടെ കേരളത്തിൽ വിദ്യാർത്ഥികളായ താഹയ്ക്കും അലനുമെതിരെ ഉപയോഗിച്ചത് വലിയ വാർത്തയായിരുന്നു. അവസാനം സുപ്രീം കോടതി ഇടപെട്ട ശേഷമാണ് ആ വിദ്യാർത്ഥികൾക്ക്, കോഴിക്കോട് പന്തീരങ്കാവിലെ വിദ്യാർത്ഥികൾക്ക് മോചനം ലഭിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ കരിനിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നു, മനുഷ്യാവകാശ പ്രവർത്തകരെയും എതിർ പാർട്ടിയിൽപ്പെട്ട നേതാക്കളെയും ഒതുക്കാനുള്ള നിയമങ്ങളായി ഇത് മാറുന്നു. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ മമത ഭരിക്കുന്ന ബംഗാളിൽ EDയും CBIയും എല്ലാം പല കേസുകളുമെടുത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും മമതയെ എങ്ങനെ ദുർബലയാക്കാം, എങ്ങനെ അശക്തയാക്കാം എന്ന പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ ഡൽഹി സർക്കാരിനെ തുടക്കം മുതൽ കരിനിയമങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നേരിടാം എന്ന് ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇത്തരത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് പത്രമാരണ നിയമമായാലും മറ്റ് കരിനിയമങ്ങളായാലും അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ വെളിച്ചത്തിൽ നടത്തിയിരുന്നെങ്കിൽ അപ്രഖ്യാപിതമായ ഒരു അന്തരീക്ഷത്തിലാണ് മോദി സർക്കാരിൻ്റെ കാലത്ത് പൗരാവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടതും അത്തരം പൗരാവകാശ പ്രവർത്തകരെ പല കാരണങ്ങൾ പറഞ്ഞ് കരിനിയമങ്ങളുടെ അകമ്പടിയോടെ ജയിലിലടച്ചത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് മൂന്നാം സർക്കാരിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പ്രമേയം
അവതരിപ്പിച്ചതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്നത് സംശയം ജനിപ്പിക്കുന്നത്.